ഏഴിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇതാണ് ഏഴിൻ്റെ പണി. എല്ലാവരും പണപ്പെട്ടി വരാൻ കാത്തിരുന്നവർക്കെല്ലാം പണി കിട്ടി. പണപ്പെട്ടി ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പം പണപ്പെരുമഴയായി. അപ്പോൾ പണപ്പെരുമഴയിൽ നിവിന് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. നിവിൻ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും മുകളിലോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. മുകളിൽ നിന്ന് വീഴുമെന്നൊക്കെയുള്ള ധാരണയിൽ നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് പടക്കം പൊട്ടുന്നതാണൊക്കെ പൊട്ടിത്തെറിക്കുന്നത് താഴേന്ന്. നമ്മളെ പൂത്തിരിയൊക്കെ കത്തുന്ന കണക്കായിരുന്നു പണം ഇങ്ങനെ പൊട്ടി വീണത്. എല്ലാവരും ഓടി നടന്ന് പറക്കുകയാണ്. അനുമോള് പറഞ്ഞു, എനിക്ക് എല്ലാം 10ൻ്റെ നോട്ടാണെന്നല്ല കിട്ടുന്നത്. എല്ലാവരും പറക്കുവാണ്. പൈസ നോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കീറുന്നുണ്ട് പിടിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ. ഇഷ്ടംപോലെ പൈസ ഇങ്ങനെ വാരി ഇങ്ങനെ ആ പൂക്കൊല കണക്ക് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറക്കി എടുക്കുകയാണ്. നിവിൻ അവിടെ നിന്ന് മുട്ട ആംപ്ലേറ്റ് കഴിച്ചുകൊണ്ട് തന്നെ ഓടി ഇതങ്ങോട്ട് പൊട്ടിത്തെറിച്ചിട്ട് നിവിൻ ഓടി വന്ന് കുറച്ച് പൈസ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. ആരണ്ടൊക്കെ കണ്ട് നിവിൻ പൈസ എടുത്തോണ്ട് നിവിൻ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട്. നിവിൻ ആ പൈസയായിട്ട് ഇങ്ങനെ ഒന്നും അറിയാതെ നമുക്ക് നടന്നു പോയി അവിടെ ഊഞ്ഞാലിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പം ആ ഊഞ്ഞാലിൻ്റെ അടിയിൽ ഈ കുഷ്യൻ്റെ അടിയിലോട്ട് ഇടുന്നുണ്ട് ആ പൈസ. പിന്നെ ബാക്കി എല്ലാവരും പൈസ എല്ലാം പറക്കി കഴിഞ്ഞിട്ട് അനുമോള് പറയുന്നത്, ഞാൻ എന്തൊരു ബുദ്ധൂസാണ്, എല്ലാ 10ൻ്റെ ഞാൻ പറക്കി എടുത്തതെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഉടുപ്പിനകത്തും പാൻറ്റിനകത്തൊക്കെയാണ് പറക്കി വെച്ചേക്കുന്നത്. നിവിൻ നീ പൈസ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട്. സാമൂനൊക്കെ പറയുന്നത് നിവിന് പൈസ എടുത്തുകൂടാ കേട്ടോ എന്ന് പറയുന്നത്. നിവിൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ അവിടെ അങ്ങ് ഇട്ട്, ഞാൻ എടുത്തില്ലെന്ന് പറയുന്നത്. നിവിന ഇട്ടെന്നാണ് അവിടെ പറയുന്നത്. നിവിൻ ആ തൊട്ടടുത്തിരിക്കുന്ന ഊഞ്ഞാലിൽ ആ പൈസ വെച്ചിട്ടുണ്ട്, അതാരും കണ്ടില്ല. എന്നിട്ട് എല്ലാവരും പൈസ എണ്ണുന്ന തിരക്കിലായി. ഓരോ ഭാഗത്തോട്ട് പോയി എണ്ണി പൈസ തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട്. അനുമോളെയാണ് കാണിക്കുന്നത്. അനുമോളിങ്ങനെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. 160 170 വരെയൊക്കെ ആയിട്ടുണ്ട് അനുമോളുടെ പൈസ. അനുമോളിങ്ങനെ നിരത്തി വെച്ചിട്ടാണ് എണ്ണുന്നത്. ആ നിരത്തി വയ്ക്കുന്നതൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അനുമോൾ എണ്ണി കഴിഞ്ഞിട്ടില്ല, എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളുടെ കയ്യിൽ കുറേ പൈസ ഇരിപ്പുന്നുണ്ട്, എത്രയാണെന്ന് അറിയുന്നില്ല. അപ്പം അനുമോളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് മാറി സാവുമോൻ ഇരുന്നുകൊണ്ട് പറയുന്നു, ഇത് കൊള്ളാമില്ലേ സംഭവം, ഇപ്പം നമുക്ക് 10,000 രൂപ ഇട്ടെങ്കിൽ ഈ 10,000 രൂപ എത്ര പേർക്ക് കിട്ടുന്നോ അവർക്ക് സ്വന്തം ഇല്ലേ, ആ സംഭവം കൊള്ളാം, അടിപൊളി, ഇങ്ങനെ വേണമെന്നൊക്കെ പറയുന്നത്. അനുമോളുടെ പൈസ കാണിക്കുന്നുണ്ട്. അനുമോളുടെ കയ്യിൽ ഇരിക്കുന്ന പൈസയാണത്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.